നമസ്കാരം, ഞാൻ അരുൺ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഒരു ബഡ്ജറ്റ് ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി A03S എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് അതുപോലെ റിവ്യൂമാണ്. അപ്പോൾ ഇത് ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണ്. A6 തന്നെ നമുക്ക് ഏറ്റവും വില കുറവിന് ഒരു 4GB RAM ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു മോഡലാണ് A03S എന്ന് പറയുന്നത്. തൊട്ട് പിന്നാലെ തന്നെ ഇതിൻ്റെ തന്നെ ഇനിയിപ്പോൾ ഒരു F സീരീസും അതുപോലെ M സീരീസ് ഫോണുകളെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തുള്ളത് സാംസങ് ഗാലക്സി A03S 4GB RAM 64GB വേരിയൻറ്റിൻ്റെ ഏറ്റവും പുതിയ ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A03S എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ സാംസങ്ങിൻ്റെ ഫോണുകളിൽ കണ്ടിട്ടുള്ള സെയിം ഒരു ബോക്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ഫോണിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, മോഡൽ നെയിം കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്, താഴെ സാംസങ്ങിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, സൈഡിലായിട്ട് വലുതായിട്ട് ഗാലക്സി A03S എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് വായിച്ചുതരാം. ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ, അതുപോലെ ട്രിപ്പിൾ ക്യാമറ, 5000 mAh ബാറ്ററി, 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ റെക്ടാങ്കിൾ ഷേപ്പ് ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 13+2+2 മെഗാപിക്സലിൻ്റെ ക്യാമറകളാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ മെയിൻ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് സാംസങ് ഗാലക്സി A03S എന്ന് പറയുന്ന ഫോൺ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ ഒരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്, അതുപോലെ ഒരു ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. ഇത് ഫാസ്റ്റ് ചാർജറാണ് എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു 10 വാട്ടിൻ്റെ ചാർജറായിരിക്കും, അല്ലെങ്കിൽ 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറായിരിക്കും ഇതിനകത്ത് വരുന്നത്. വേറെ എത്ര വാട്ടിനാണെന്ന് കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ വേറെ ആക്സസറീസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇതാണ് അപ്പോൾ സാംസങ് ഗാലക്സി A03S എന്ന് പറയുന്ന ഫോൺ എന്ന് പറയുന്നത്. ഡിസൈൻ വൈസ് ഒന്നും അത്യാവശ്യം കുഴപ്പമില്ല. കുറച്ച് വലിയ മൊബൈലാണുണ്ടോ, 6.5 ഇഞ്ച് സ്ക്രീനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പമുണ്ട്. എന്നാൽ കയ്യിനകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു മോഡലാണ്. നമ്മൾ തൊട്ട് മുൻപ് അൺബോക്സ് ചെയ്തിട്ടുള്ള ഒരു F02S അല്ലെങ്കിൽ M02Sൻ്റെ ഒക്കെ പോലെയുള്ള ഡിസൈനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് ഫുള്ള് മാറ്റാണ് കേട്ടോ, നല്ല മാറ്റ് ഫിനിഷാണ്, ഗ്ലോസി അല്ല. കുറച്ച് അധികം റഫായിട്ട് ഉപയോഗിച്ചാലും സ്ക്രാച്ച് ഒന്നും വരാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് ബോഡിയാണ്. ക്യാമറ ഇത്തരത്തിലൊരു റെക്ടാങ്കുലർ ഷേപ്പിൽ 3 ക്യാമറകൾ സ്ട്രൈറ്റ് ഇട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ടൊരു LED ഫ്ലാഷ് ലൈറ്റ്, താഴെ ഇവിടെ ഇത്തരത്തിൽ സാംസങ്ങിൻ്റെ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മാറ്റ് ഫിനിഷാണ്. നല്ലൊരു പ്ലാസ്റ്റിക് ബോഡി ആണെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു ഡിസൈനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, പൊതുവെ സാംസങ്ങിൻ്റെ ഫോണുകൾ ഡിസൈനിനല്ല ഒരു പ്രാധാന്യം കൊടുക്കാറുള്ളത് എന്ന് നമുക്കറിയാം. ഇനി ഈ ഫോണിൻ്റെ തിക്നെസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കട്ടിയുള്ള മോഡൽ തന്നെയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത് സൈഡിലാണ് വന്നിട്ടുള്ളത്, ബാക്കിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. നല്ലൊരു ഈ ഒരു പ്രൈസിനെ വെച്ച് നോക്കുമ്പോഴും സാംസങ്ങിൻ്റെ ബ്രാൻഡിൽ നിന്ന് വെച്ച് നോക്കുമ്പോഴും സൈഡ് ഫിംഗർ പ്രിൻറ്റ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത്തരത്തിൽ സിം കാർഡ് ഹോൾഡർ കാണാം. അത് നമുക്ക് 2 സിം കാർഡുകളും മെമ്മറി കാർഡും സെപ്പറേറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 512GB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ താഴെ നോക്കിയാൽ ടൈപ്പ് C ചാർജിങ് പോർട്ട് കാണാം, അതുപോലെ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ കാണാം, മൈക്രോഫോണിൻ്റെ ഹോൾ കാണാം, പിന്നെ അതുപോലെ 3.5mm ഓഡിയോ ജാക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഫിസിക്കലി പറയാനുള്ള, ഡിസൈൻ വൈസ് പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോൺ അത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഇതിൻ്റെ ക്യാമറ സെറ്റ് എന്തൊക്കെയാണ്, സെറ്റിങ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുൻപ് ഈ ഒരു ഫോൺ ഓൺ ആവുന്ന നേരം കൊണ്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഒരുപാട് മണിക്കൂറുകളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫോണുകളൊക്കെ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ സാംസങ് ഗാലക്സി A03S എന്ന് പറയുന്ന ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓണായി കഴിയുമ്പോൾ കാണുന്നതിൻ്റെ ഹോം സ്ക്രീനാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഫോൺ ഓൺ ആക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഫോൺ ഓൺ ആകുമ്പോൾ കാണുന്ന ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സാംസങ്ങിൻ്റെ ഫോണുകളിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സെയിം ഒരു ഐക്കണുകളും കാര്യങ്ങളോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ താഴെ കുറച്ച് ബെസലുണ്ട്, സൈഡിലൊക്കെ കുറച്ച് വളരെ ബെസലെസ് ആയിട്ട് ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ ആയാലും ഇത്തരത്തിൽ മുകളിൽ ഒരു നോച്ച് ഡിസ്പ്ലേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ എന്നാണ് സാംസങ്ങിനെ വിളിക്കുന്നത്. വളരെ ചെറിയ നോച്ചാണ് കേട്ടോ, വളരെ ഒരു ലൈറ്റായിട്ടുള്ളൊരു നോച്ച് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഐക്കണുകളൊക്കെ ആയാലും വളരെ വലിയൊരു ഐക്കണുകളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ഗെയിമിങ്ങിന് പറ്റിയ മൊബൈലാണെന്ന് ഞാൻ പറയില്ല, എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള ഗെയിമിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒരു വലിയ ഐക്കണുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റിയും കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നങ്ങളും വരില്ല. സാധാരണ സാംസങ്ങിൻ്റെ ഫോൺ എങ്ങനെ യൂസ് ചെയ്യുന്നു അതേപോലെ നമുക്ക് ഈ ഒരു ഫോണും കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് അനാവശ്യമായി അധികം ആപ്ലിക്കേഷനുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടില്ല. എന്നിരുന്നാലും ഇത്തരത്തിൽ ജോഷ് അതുപോലെ ഫോൺ പേ, ഡെയിലി ഫണ്ട് പോലെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാം, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ടച്ച് റെസ്പോൺസ് ആയാലും അതൊക്കെ ബാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് എബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ ഫോണിൻ്റെ മോഡൽ നെയിം ഗാലക്സി A03S എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ IMEI നമ്പറുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ നോക്കിയാൽ 1 UI കോർ വെർഷൻ 3.1 ആണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ ലെവലാണ് ഈ ഫോൺ വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭാവിയിൽ ഒരു ആൻഡ്രോയിഡ് 12 ഒരു അപ്ഡേഷനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ കാര്യങ്ങൾ കൊടുത്തുള്ളത്. ഇനി ബാറ്ററി ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ 5000 mAh ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി ലെവൽ കാര്യങ്ങൾ, ബാറ്ററി സ്റ്റാറ്റസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തുള്ളത്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നില്ല, എന്നിരുന്നാലും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തുള്ളത്. 5000 mAh ബാറ്ററി ഉണ്ട്. അത്യാവശ്യം നല്ല പവർഫുള്ളായ ബാറ്ററിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി അതിൻ്റെ ഒരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാലും ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. സാധാരണ ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ പാനലായാലും അതുപോലെ ഡിസ്പ്ലേയുടെ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാർ കാര്യങ്ങളൊക്കെ ആയാലും എല്ലാതും നല്ല രീതിയിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് മെയിൻ റിയർ ക്യാമറ 13 മെഗാപിക്സലാണ് വരുന്നത്. നമുക്ക് ഇതൊരു ക്യാമറ സെൻട്രിക് മൊബൈലല്ല, എന്നിരുന്നാലും കൂടി അത്യാവശ്യം സാംസങ്ങിൻ്റെതായ ഒരു ക്യാമറ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ സൂം ചെയ്യാനും പോലൊന്നും ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ഒരു ലോ ലൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനുള്ള ഭാഗത്താണ്, എന്നിട്ടും അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ മൊബൈലല്ല, എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. അതുകൂടാതെ ക്യാമറയ്ക്കകത്ത് തന്നെ ഇത്തരത്തിൽ വൈഡ് ആംഗിൾ ഷോട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പോർട്രേറ്റ് മോഡ്, അതുപോലെ വീഡിയോ മോഡ്, ഇത്തരത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കാനായിട്ടാണ് ഈ ഒരു മോഡ് വരുന്നത്. ആ വീഡിയോ നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് ഫുൾ HD റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത്തരത്തിൽ മോർ സെറ്റിങ്സിനകത്ത് പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, ഫുഡ് മോഡ്, മാക്രോ മോഡ്, അങ്ങനെ ഹൈപ്പർ ആപ്സ് മോഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇതൊരു ക്യാമറ സെൻട്രിക് മൊബൈലല്ല, എന്നിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു A സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു 4GB RAM സെഗ്മെൻറ്റിൽ വരുന്ന മോഡലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 4GB RAM ഫോണിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് A03S എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നോട്ട്സൊക്കെ ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വളരെ ആപ്റ്റാണ്. ഇനി ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറഞ്ഞാൽ 5 മെഗാപിക്സലാണ്. 5 മെഗാപിക്സൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ആവറേജ് പെർഫോമൻസ് ഉള്ള ഒരു സെൽഫി ക്യാമറ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് സെൽഫികളൊന്നും എടുക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയൊരു മോഡൽ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ജസ്റ്റ് ലൈവായിട്ട് ഇപ്പോൾ ഒരു സെൽഫി എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ ലോ ലൈറ്റ് കണ്ടീഷനുള്ള സ്ഥലത്താണ്. ഇതിപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്ത ഫോട്ടോ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സെൽഫി ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 5 മെഗാപിക്സലാണ് ക്യാമറ. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഒരു ലോ ലൈറ്റ് കണ്ടീഷനിനകത്തും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ലൈവായിട്ട് നമ്മൾ എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ക്യാമറ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സെൽഫി ക്യാമറ ആയാലും അതുപോലെ റിയർ ക്യാമറ ആയാലും ഇതൊരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന മോഡലല്ല. നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്ന, അല്ലെങ്കിൽ കുറേ സ്റ്റോറേജും റാമും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡൽ എന്ന നിലയ്ക്ക് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് A03S എന്ന് പറയുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ ഫോണുകളിൽ A സീരീസ് ഫോണുകൾക്ക് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. കംപ്ലയിൻസും കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്, നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് A03S എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഫോണിൻ്റെ മൊത്തത്തിൽ ടോട്ടലായിട്ട് ഇതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. വളരെ ഫാസ്റ്റ് അൺലോക്കിംഗ് ആണ്. 5000 mAh ആണ് ബാറ്ററി വരുന്നത്. ഈ ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയടെക്കിൻ്റെ ഹീലോ P35 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻ്റായ പ്രോസസ്സറാണ്. നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്കൊക്കെ പറ്റിയൊരു പ്രോസസ്സർ തന്നെയാണ്. ആൻഡ്രോയിഡ് ലെവലാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ആൻഡ്രോയിഡ് 12 ഒരു അപ്ഡേഷനൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ബാക്കിൽ 3 ക്യാമറകളാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ 5 മെഗാപിക്സലാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ചാർജിങ്ങിന് വേണ്ടി Type C ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ, അതായത് ഒരു ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡിസൈൻ ആയാലും അതുപോലെ അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും അത്യാവശ്യം ഡിസൈൻ തന്നെയാണ്.
അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.